ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയുന്നൊരു വാക്കാണ് എന്ത്? താങ്ക് യു എന്നുള്ളത് അല്ലേ. എന്നാൽ എല്ലാ സാഹചര്യത്തിലും വെറും താങ്ക് യു എന്ന് മാത്രം പറയുന്നത് ചിലപ്പോൾ അത്ര അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നില്ല അല്ലേ. ചിലപ്പോൾ വലിയ വലിയ കടപ്പാടുള്ളവരോടും വെറും ഒരു താങ്ക് യുവിൽ ഒതുക്കുന്നത് ശരിയല്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ നന്ദി പ്രകടിപ്പിക്കാം എന്നുള്ളത് കുറച്ച് ഫ്രേസസിലൂടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. താങ്ക് യു എന്നതിന് പകരം യൂസ് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസസ് അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ താങ്ക്സ് എന്ന് മാത്രം പറയാതെ ഇങ്ങനെയുള്ള ഫ്രേസസൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഇംഗ്ലീഷ് പൊളിയാകും. അപ്പോൾ നമുക്ക് പോകാം ക്ലാസ്സിലേക്ക്. ആദ്യത്തെ ഫ്രേസ്, യു ആർ എ സ്റ്റാർ. നീയൊരു സ്റ്റാറാണ്, നീയൊരു പൊളിയാണ്, നീയൊരു മുത്താണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ലൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യു ആർ എ സ്റ്റാർ. നീ ഒരു സ്റ്റാറാണ്, മുത്താണ്, അങ്ങനെ പറയാം. അടുത്തത്, യു ആർ സച്ച് എ ഗ്രേറ്റ് ഫ്രണ്ട്. നീ വളരെ നല്ലൊരു സുഹൃത്താണ്. യു ആർ സച്ച് എ ഗ്രേറ്റ് ഫ്രണ്ട്. ഫ്രണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. അപ്പോൾ ഈ താങ്ക് യു പറയുന്നതിന് കൂടുതൽ ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടിയും അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഒരു ഫ്രേസ്, താങ്ക്സ് എ ബഞ്ച്. താങ്ക്സ് എ ബഞ്ച്. താങ്ക്സ് എ ബഞ്ച്. താങ്ക്സ് എ ബഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം നന്ദി എന്നല്ല, അത്രയും നമ്മളോട് കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പറയുന്ന വാക്കാണ് താങ്ക്സ് എ ബഞ്ച്. നിങ്ങൾ അടുത്ത ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയാം, താങ്ക്സ് എ ബഞ്ച് മച്ചാനെ, ഒരുപാട് നന്ദി, വളരെയധികം നന്ദി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് താങ്ക്സ് എ ബഞ്ച് യൂസ് ചെയ്യാം. താങ്ക്സ് എ ടൺ ഫോർ ഹെൽപ്പിംഗ് ഔട്ട്. സഹായിച്ചതിന് 1000 നന്ദി എന്ന് പറയില്ലേ, അതിന് നമുക്ക് പറയാം താങ്ക്സ് എ ടൺ ഫോർ ഹെൽപ്പിംഗ് ഔട്ട്. താങ്ക്സ് എ ടൺ എന്ന് പറഞ്ഞാൽ 1000 നന്ദി എന്നല്ല കേട്ടോ, വളരെയധികം നന്ദി, നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ അത്ര അധികം നന്ദി എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ ഈ ടൺ, മില്യൺ എന്നൊക്കെ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെയധികം നന്ദി എന്നൊരർത്ഥം. അടുത്തത് നമുക്ക് പറയാം, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ്. നിൻ്റെ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ് എന്ന് പറയാം. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് വിലമതിക്കാനാവാത്തൊരു വലിയ ഹെൽപ്പ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് താങ്ക്സ് പറയണം. അപ്പോൾ എങ്ങനെ പറയാം, താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹേർട്ട്. താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹേർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുകയാണ്, കാരണം അത്രയും വലിയൊരു ഹെൽപ്പാണ് നീ ചെയ്തത്. വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം, എ മില്യൺ താങ്ക്സ് ടു യു. എ മില്യൺ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് നന്ദി എന്നുള്ളൊരർത്ഥമല്ല കേട്ടോ, അത്ര വളരെ അധികം നന്ദി എന്നൊരർത്ഥത്തിലാണ് നമ്മൾ എ മില്യൺ താങ്ക്സ് ടു യു. നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി താങ്ക്സ് പറയില്ലേ, അതിനാണ് നമ്മൾ എ മില്യൺ താങ്ക്സ് ടു യു ഡിയർ എന്ന് പറയാം. നമുക്ക് നീ സഹായിച്ചതിനുള്ള നന്ദി വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് നമുക്ക് എ മില്യൺ താങ്ക്സ് ടു യു ഡിയർ എന്ന് പറയാം. ഇനി മറ്റൊരു ഫ്രേസ് നമുക്ക് നോക്കാം, ഡിയർ നീ ഇന്നത്തെ എൻ്റെ ദിവസം അടിപൊളിയാക്കിയിട്ടുണ്ട് എന്ന് പറയില്ലേ, അടിപൊളിയാക്കി നീ എന്ന് പറയാനായിട്ട് യു ഹാവ് മെയ്ഡ് മൈ ഡേ. യു ഹാവ് മെയ്ഡ് മൈ ഡേ. അപ്പോൾ ഈ ഫ്രേസ് നമുക്ക് താങ്ക്സ് എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങളുടെ ഫ്രണ്ട് ചെയ്തെന്ന് ഇരിക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫ്രേസ് യൂസ് ചെയ്യാം, യു ഹാവ് മെയ്ഡ് മൈ ഡേ. എന്തെങ്കിലും ഒരു വലിയ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ, അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ കടപ്പാട്, നിങ്ങളുടെ താങ്ക്സ് പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഫ്രേസ് യൂസ് ചെയ്യാം. ഐ ഓവ് യു എ ഗ്രേറ്റ് ഡീൽ. ഐ ഓവ് യു എ ഗ്രേറ്റ് ഡീൽ. ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഫ്രേസ് നമുക്ക് നോക്കാം, യു ആർ സൂപ്പർ. യു ആർ സൂപ്പർ. നിങ്ങൾ സൂപ്പറാണ്. യു ആർ ദ ബെസ്റ്റ്. യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ ബെസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ പകരമായിട്ട് അവരെ ഒന്ന് നമ്മളുടെ സ്നേഹം അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറയാം. അടുത്തത് നമുക്ക് പറയാം, താങ്ക്സ് ഫോർ എവറിത്തിങ്. മച്ചാനെ താങ്ക്സ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും നന്ദി, നീ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എല്ലാത്തിനും നന്ദി. താങ്ക്സ് ഫോർ എവറിത്തിങ് അങ്ങനെ വേണമെങ്കിലും പറയാം. നീ ഒരു മാലാഖയാണ്.
യു ആർ എൻ ഏഞ്ചൽ, യു ആർ എൻ ഏഞ്ചൽ, നീ ഒരു മാലാഖയാണ്. ഇത് നമുക്ക് ഫ്രേസായിട്ട് യൂസ് ചെയ്യാം. ഞാൻ നിൻ്റെ സഹായത്തിന് വളരെയധികം നന്ദിയുള്ളവനാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ്. ഇത് നമുക്ക് ഡിയർ എന്നുകൂടെ ചേർത്ത് പറയാം ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ്? ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ് ഡിയർ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ അസിസ്റ്റൻസ് ഡിയർ. അടുത്തൊരു ഫ്രേസ് നമുക്ക് പറയാം, ഐ ഡോണ്ട് നോ ഹൗ ടു സേ താങ്ക് യു. ഐ ഡോണ്ട് നോ ഹൗ ടു സേ താങ്ക് യു. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, അത്രയും എനിക്ക് നിൻ്റെ അടുത്ത് നന്ദിയുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സേ താങ്ക് യു എന്ന് പറയാം. അടുത്തത് യു ആർ ദ ബെസ്റ്റ് ഡിയർ, യു ആർ ദ ബെസ്റ്റ്. നീയാണ് മികച്ചത്, നിങ്ങളാണ് മികച്ചയാൾ, നിങ്ങളാണ് സൂപ്പർ. അടുത്ത ഒരു ഫ്രേസ് നമുക്ക് നോക്കാം, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. നിൻ്റെ സഹായത്തെ ഞാൻ ശരിക്കും വിലമതിക്കുന്നു, അങ്ങേയറ്റം ഞാൻ വിലമതിക്കുന്നു. ഞാൻ ആഴത്തിൽ നന്ദിയുള്ളവനാണ് എന്നൊരർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, ഐ എം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ, ഐ എം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഹൃദയത്തിൽ നിന്നും അത്രയും നന്ദിയുള്ളവനാണ് എന്നൊരർത്ഥത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി പറയാം സിൻസിയർലി താങ്ക്സ്, സിൻസിയർലി താങ്ക്സ്. ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയാണ്, സിൻസിയർലി താങ്ക്സ്. അടുത്തൊരു ഫ്രേസ് നമുക്ക് നോക്കാം, പ്ലീസ് അക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് താങ്ക്സ്, പ്ലീസ് അക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് താങ്ക്സ്. ദയവ് ചെയ്ത് എൻ്റെ ആഴത്തിലുള്ള താങ്ക്സ് നീ സ്വീകരിക്കൂ. ഇതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർ അത്രയധികം ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിന് ഈ താങ്ക്സ് മാത്രം പറയാതെ പറയാൻ പറ്റുന്ന ഫ്രേസസ് ആണ്. അടുത്തൊരു ഫ്രേസ് നമുക്ക് നോക്കാം, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ആളാണ്. ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. നിങ്ങൾ വളരെ ദയയുള്ള ഒരാളാണ് എന്നൊരർത്ഥം കൂടെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ അർത്ഥമൊന്നുമല്ല നോക്കേണ്ടത്, താങ്ക്സിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസസ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് കേട്ടോ. അടുത്തൊരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച് ഡിയർ. വളരെയധികം നന്ദി. ഇതൊക്കെ തന്നെ നമ്മളുടെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്, വളരെയധികം നന്ദിയുണ്ട്. അടുത്തൊരു ഫ്രേസാണ് താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ ലോട്ട്. ഇത് നമ്മൾ കുറച്ചും കൂടി ഇഷ്ടത്തോടു കൂടി പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ താങ്ക്സ് എ ലോട്ട് ഡിയർ, താങ്ക്സ് എ ലോട്ട് ഡിയർ എന്ന് പറയാം. വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് താങ്ക്സിന് പകരമായി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.